പ്രഭാതവന്ദനം. അനുഗ്രഹവും ആസ്വാദ്യകരവുമാവേണ്ട ജീവിതം. സഭാപ്രസംഗകന്റെ പുസ്തകം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കുവാനുള്ള കഴിവ് നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അനുഗ്രഹമാവേണ്ട ഒരു ജീവിതമാണ്, അലങ്കോലമാവേണ്ടതല്ല. ഈ സമയവും കടന്നു പോകും എന്നൊരു വാക്കുണ്ട്. സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖമായിട്ടും ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷമായും നമ്മളുടെ മേൽ മാറിമറിയുന്നൊരു വചനഭാഗം. ഒരു കുഞ്ഞു കുടത്തോട് ചോദ്യം ഇങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് എല്ലാ സാഹചര്യങ്ങളിലും എപ്പോഴും ഇത്രത്തോളം ഒരു തണുപ്പ് സംരക്ഷിക്കുവാൻ നിനക്ക് സാധിക്കുന്നത്? ലളിതമായൊരു മറുപടി ഇങ്ങനെയായിരുന്നു, വളരെ വ്യക്തമാണ്, ജീവിതം മണ്ണുകൊണ്ട് നിർമ്മിച്ച് മണ്ണിലേക്ക് മടങ്ങിപ്പോവേണ്ടതാണെന്നുള്ള ഓർമ്മയുണ്ട്. അതുകൊണ്ട് വിജയഭാവവും അഹങ്കാരവും തെല്ലൊന്ന് തൊടാതിരിക്കുന്നതിനാൽ ഈ ശാന്തതയിൽ ഈ തണുപ്പും സംരക്ഷിക്കുവാൻ സാധിക്കുന്നു. ചിരിക്കാത്ത ഒരു ദിവസം പാഴാക്കപ്പെട്ട ദിവസമായിട്ടാണ് കരുതപ്പെടുന്നത്. തോൽക്കുവാനുള്ള മനസ്സുമായിട്ട് വേണം ഈ ജീവിതം എന്ന മത്സരത്തിൽ നാം കളിക്കുവാൻ ഇറങ്ങേണ്ടത്. കാരണം വിധി എന്നൊരു കളിക്കാരൻ കൂടി നമ്മോടൊപ്പം മത്സരത്തിനുണ്ട് എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഒരു കൊച്ചു റബ്ബർ കഷണം ചേർത്ത് പിടിച്ചതുകൊണ്ടാവണം പെൻസിലിനൊരു ആത്മധൈര്യമുണ്ട്. തന്നിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളെ പെടുന്നതിനെ മായ്ച്ചു കളഞ്ഞിട്ട് ശരിയായ കാര്യങ്ങൾ എഴുതി തുടങ്ങുവാൻ സാധിക്കുമല്ലോ എന്ന്. വാക്കുകൾ കൊണ്ട് സ്നേഹിക്കുകയും മനസ്സുകൊണ്ട് അകലം പ്രാപിക്കുകയും ചെയ്യുന്നതിൽ എന്തു പ്രാധാന്യവും ശ്രേഷ്ഠതയുമാണുള്ളത്. ആരോ പറഞ്ഞു കേട്ട ഒരു ചൊല്ലുപോലെ, ജീവിതം എന്ന് പറയുന്നത് ഒരു പഴയ ദൂരദർശന ആന്റിന പോലെയാണ്. ഇപ്പോൾ ശരിയാകും, ഇപ്പോൾ ക്ലിയർ ആകുമെന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കും. എവിടെ ശരിയാകാൻ, എങ്ങനെ ക്ലിയർ ആകാൻ? ഒരുപക്ഷെ അത് ശരിയായി വരുമ്പോഴത്തേക്ക് നമ്മൾ ആഗ്രഹിച്ച പരിപാടി ഇതിനകം കഴിഞ്ഞിരിക്കും. എന്ത് വിചാരിക്കുന്നുവെന്നുള്ളതല്ല, വിചാരിക്കുന്നതിനെക്കുറിച്ച് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാവട്ടെ. അമിതമായി പ്രതീക്ഷിക്കുന്നതൊക്കെ അവസാനം കരച്ചിലിൻ്റെ പടിവാതിക്കൽ എത്തിച്ചിട്ടേ നമ്മൾ തിരിഞ്ഞു പോകുകയുള്ളൂ എന്നോർക്കുന്നത് നല്ലതാണ്. പരിഹരിക്കുവാനുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ കഴിവിൻ്റെ വലിപ്പം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും അത്ര വലുതല്ല എന്ന് ബോധ്യപ്പെടും. കഴിവുകളെ വില കുറച്ച് കാണുന്നതാണ് വിലാപങ്ങൾക്ക് പലപ്പോഴും കാരണമായി തീരുന്നത്. ഒന്നിൻ്റെയും തുടക്കത്തിലല്ല നമ്മൾ വിധികർത്താക്കളാവേണ്ടത്, അവസാനം എങ്ങനെയാകുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് വേണം വിധി കൽപ്പിക്കുവാൻ ഇടയാവേണ്ടത്. ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അസാധ്യമെന്നല്ല അർത്ഥം, കുറച്ചുകൂടി കഠിനമായി അധ്വാനിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മളെ സ്നേഹിക്കുന്ന, കരുതുന്ന, അനുഗ്രഹിക്കുന്നവൻ്റെ മുമ്പിൽ ആദരവോടെ ജീവിച്ച് അനുഗ്രഹപൂരിതമാക്കുവാനും ആസ്വാദ്യകരമാക്കുവാനും ഈ ജീവിതം ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ആമീൻ.